നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഈ ഒരു നിമിഷത്തിൽ പുറത്തുവരുന്നത്. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തുറന്നു വെച്ച മാലിന്യക്കുഴിയിൽ വീണ് ഒരു 3 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞ് മരിച്ചിരിക്കുകയാണ്. രാജസ്ഥാൻ സ്വദേശിയായ റിദാൻ ജാജുവാണ് മരിച്ചത്. രക്ഷിതാക്കൾക്കൊപ്പം നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങിയതായിരുന്നു ഈ ഒരു 3 വയസ്സുള്ള കുഞ്ഞ്. രക്ഷിതാക്കൾ കഫേക്കുള്ളിലായിരുന്ന സമയത്ത് മൂത്ത കുട്ടിക്കൊപ്പം പുറത്തു നിന്ന് കളിക്കുകയായിരുന്നു ഈ ഒരു കുട്ടി. മാലിന്യം നിറഞ്ഞ കുഴിയിലേക്ക് അബദ്ധത്തിൽ വീഴുകയായിരുന്നു. സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഗുരുതരമായിട്ടുള്ള അനാസ്ഥ കൂടിയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ സാധിക്കില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള വിമാനത്താവളത്തിനുള്ളിലെ മാലിന്യക്കുഴിയിൽ വീണ്, അതും തുറന്നു വെച്ചിട്ടുള്ള യാതൊരു മുന്നറിയിപ്പോ ഉള്ള ബോർഡോ ഒന്നും തന്നെ വെക്കാതെ തുറന്നു വെച്ച മാലിന്യക്കുഴിയിൽ വീണ് പിടഞ്ഞാണ് ഒരു കുഞ്ഞ് മരിച്ചിരിക്കുന്നത്. ഡൊമസ്റ്റിക് ആഗമന ടെർമിനൽ അടുത്ത് വെച്ചാണ് ഇന്ന് ഉച്ചയോടുകൂടി അപകടം സംഭവിച്ചിരിക്കുന്നത്. ഇവർ മലയാളികളല്ല, രാജസ്ഥാനിൽ നിന്ന് വന്ന ഒരു കുടുംബത്തിലെ ഒരു കുഞ്ഞാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. പുറത്തെടുത്ത കുട്ടിയെ ഉടൻ തന്നെ സമീപത്ത് അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആ കുഴിയിൽ മാലിന്യം നിറഞ്ഞിരിക്കുകയായിരുന്നു. അതിനുള്ളിലേക്കാണ് ഈ ഒരു കുഞ്ഞ് വീണത്. ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതും വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. ജയ്പൂരിൽ നിന്ന് രാവിലെ 11:30 ലാൻഡ് ചെയ്ത വിമാനത്തിലായിരുന്നു ഇവരുണ്ടായിരുന്നത്. പുറത്ത് നമുക്കറിയാം, ഈ ഒരു എയർപോർട്ടുകളിലൊക്കെ തന്നെ ഈ കഫേയും കഫറ്റീരിയൊക്കെ കാണാൻ സാധിക്കും. സാധാരണ വിമാനം ഇറങ്ങുന്നത് ഒരുപക്ഷെ അവിടെ പോകാറുണ്ട്. അത്തരത്തിൽ ആ ഒരു കഫറ്റേരിയയിൽ കയറിയതായിരുന്നു ഇവർ. പക്ഷേ ഈ കുട്ടികൾ പുറത്ത് കളിക്കുകയായിരുന്നു. അതിനിടയിൽ രക്ഷിതാക്കൾക്കൊന്ന് ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. കുട്ടികൾ അവിടെ പുറത്ത് സുരക്ഷിതമായി കളിക്കുകയായിരിക്കും എന്ന് കരുതി കാണും. മാത്രമല്ല, ആ ഒരു ഭാഗത്തെല്ലാം തന്നെ നിറയെ പൂന്തോട്ടമാണ്. അതുകൊണ്ട് അതിനുള്ളിൽ ഇത്തരത്തിൽ തുറന്നു വെച്ചിട്ടുള്ള ഒരു മാലിന്യക്കുഴി ഉണ്ടാകുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചില്ല. അവിടേക്കാണ് ഈ ഒരു കുട്ടി വീണത്. രക്ഷിതാക്കൾ കഫേക്കുള്ളിലായിരുന്ന സമയത്താണ് മൂത്ത കുട്ടിക്കൊപ്പം പുറത്തു നിന്ന് കളിക്കുകയായിരുന്നു ഈ ഒരു കുട്ടി. മാലിന്യം നിറഞ്ഞ കുഴിയിലേക്ക് പെട്ടെന്ന് വീഴുകയായിരുന്നു. ഉച്ചയ്ക്കായിരുന്നു ഇത് സംഭവിച്ചത്. കുട്ടിയെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഡൊമസ്റ്റിക് ടെർമിനലിന് മുന്നിൽ പൂന്തോട്ടം ഉൾപ്പെടെ ഒരുക്കിയ ഭാഗത്താണ് ഓട തുറന്നു കിടന്നിരുന്നത്. കുട്ടിയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഓടയിലെ മലിനജലത്തിൽ വീണതായി കണ്ടെത്തിയത്. കുട്ടിയെ 12:50 ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ എത്തുമ്പോഴേ ബിപിയും പൾസും തീരെ ഇല്ലാത്ത അവസ്ഥയിലായിരുന്നെന്ന് ആശുപത്രി അധികൃതരും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഇവര് ടൂറിസ്റ്റുകളാണോ, എന്തിനാണ് കേരളത്തിൽ വന്നത് എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തത വന്നിട്ടില്ല. ഏതായാലും രാജസ്ഥാൻ സ്വദേശികളാണ്. ഇവരിന്ന് രാവിലെയാണ് 11:30 കൂടിയിട്ടാണ് ഇവിടെ ഡൊമസ്റ്റിക് ടെർമിനൽ വന്ന് ഇറങ്ങിയത്. അതിനുശേഷം കഫറ്റേരിയന്റെ സമീപത്ത് അവിടെ വെച്ചിട്ടാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. എങ്ങനെയാണ് ഇത്തരത്തിലൊരു തുറന്ന മാലിന്യക്കുഴി അവിടെ ഉണ്ടായത്? അത് വിമാനത്താവള അധികൃതരുടേത് തന്നെയാണെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ എന്തുകൊണ്ടാണ് അവിടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട്, പക്ഷേ എന്നിരുന്നാൽ അവിടെ യാതൊരു മുന്നറിയിപ്പും വെക്കാത്തത് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിനോടൊപ്പം ഉയരുകയാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിമാനത്താവളത്തിലാണ് ഇത്തരത്തിൽ മാലിന്യക്കുഴിയിൽ വീണ് ഒരു 3 വയസ്സുള്ള ഒരു കുഞ്ഞിന് പിടഞ്ഞു മരിക്കേണ്ടി വന്നത് എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ പറയാതിരിക്കാൻ വയ്യ, ഗുരുതരമായ അനാസ്ഥ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ്. ഇനി എത്തരത്തിലാണ് ഈ ഒരു കുഴി, ഇവിടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ടോ, സമീപത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ, അവരുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയാണോ എന്നുള്ള കാര്യത്തിൽ ഒന്നും തന്നെ ഇതുവരെയായിട്ടും ഒരു നിഗമനത്തിലെത്താനായിട്ട് സാധിച്ചില്ല. എന്നിരുന്നാലും കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ ഒരു മാലിന്യക്കുഴിയിൽ വീണിട്ടാണ് ഈ ഒരു 3 വയസ്സുള്ള കുഞ്ഞിന് ഇപ്പോൾ സ്വന്തം ജീവനടക്കം നഷ്ടപ്പെട്ടിരിക്കുന്നത്.